കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ കാലം അത്രയും ദൈവം നമ്മെ കരുതി സൂക്ഷിച്ചു. ഇന്ന് ഈ സന്ധ്യയിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ഓൺലൈൻ മുഖേന നമുക്ക് ദൈവവചനത്തിന്റെ മുൻപാകെ ഇരിക്കാൻ കർത്താവ് അവസരം തന്നല്ലോ. ദൈവം നമ്മെ സൂക്ഷിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യട്ടെ. ദൈവവചനം അത് നമ്മളുടെ പാതയ്ക്ക് പ്രകാശമാണ്. അത് നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മളുടെ വേരുകളെ ഉറപ്പിക്കുന്നതാണ്. ഉറപ്പോടെ നിൽപ്പാൻ, കാതലുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേദപുസ്തകത്തിന്റെ പഠനം അത് നമ്മെ എക്കാലവും നമ്മെ സഹായിക്കുന്നതാണ്. പ്രായം അതിനൊരു പ്രശ്നമല്ല. ഏത് പ്രായക്കാർക്കും അത് ബലമാണ്, ശക്തിയാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ലോകം മുഴുവനും മാറിപ്പോയാലും, സാഹചര്യങ്ങൾ എന്തെല്ലാം എങ്ങനെയെല്ലാം മാറിപ്പോയാലും ഈ വചനത്തിന് മാത്രം ഒരു വ്യത്യാസവുമില്ല. എന്നും നിലനിൽക്കുന്ന ആ വചനം അത് പഠിക്കുവാൻ കർത്താവ് ഇങ്ങനെയൊക്കെ ഓരോരോ അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ തരുന്നുണ്ടല്ലോ. നമുക്കത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. റോമാലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. 9-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെയുള്ള ഭാഗം അത് ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഏകദേശം ഒരു വിഷയത്തിന്റെ തന്നെ പല തട്ടുകളായിട്ട് തിരിച്ച് നമുക്കതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും. റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. വിവിധ വിഷയങ്ങൾ അത് ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ ആ ക്രമം അനുസരിച്ചിട്ട് ഓരോ വിഷയങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ശിക്ഷാവിധി, നീതീകരണം, വിശുദ്ധീകരണം. അതുപോലെ തന്നെ നമ്മൾ 8-ാം അധ്യായത്തിന്റെ 12 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ മഹത്വീകരിക്കപ്പെട്ട ഒരു ജീവിതം, ക്രിസ്തീയ ജീവിതം, അതിനെ പറ്റിയിട്ടാണ് അവിടെ പരാമർശിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 4 വിഷയങ്ങളോളം, പ്രധാനപ്പെട്ട വിഷയങ്ങളോളം അത് കൈകാര്യം ചെയ്യുന്നതായിട്ട് പൗലോസ് റോമാക്കാർക്ക് എഴുതുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശിക്ഷാവിധി, നീതീകരണം, 3-ാമതായിട്ട് ശുദ്ധീകരണം, 4 മഹത്വീകരണം. ഈ 4 വിഷയങ്ങൾ പ്രതിപാദിച്ച ശേഷമാണ് നമ്മൾ 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അല്ലെ, നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും ഇതേ ഓർഡറിൽ തന്നെയാണ്. നമ്മൾ കടന്നു വന്നിരുന്ന ഒരു ശിക്ഷാവിധി, അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ നീതീകരിച്ചു. ഒരു വിശുദ്ധീകരണത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒടുവിൽ നമ്മളുടെ പ്രത്യാശ, നമ്മളുടെ പ്രത്യാശ എന്നുള്ളത് അവൻ തേജസ്, അല്ലെ, നമ്മളുടെ ശരീരം തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരം നമ്മളേവരും കൈക്കൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിക്കും എന്നുള്ള ഒരു പ്രത്യാശയുള്ള ഒരു അവസാനമാണ് നമുക്ക് ഏവർക്കും ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ദൈവം ഒരുക്കിയതായ രക്ഷ. ആ രക്ഷയും ഇസ്രായേൽ ജനവും തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ് എന്നുള്ളതാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. പൗലോസിന് ഒരു കാര്യം ഓർത്ത് അവൻ ഒത്തിരി അഭിമാനവും സന്തോഷവും ഉണ്ട്. ജാതികൾ ഈ സുവിശേഷത്തെ സ്വീകരിച്ചു എന്നുള്ളത് അവൻ ഒത്തിരി സന്തോഷവും അഭിമാനവും ഉള്ള കാര്യമാണ്. അതിന് അവൻ ഒരു വലിയ മുഖാന്തരമായി തീർന്നു. ജാതികളിൽ വന്ന പരിവർത്തനം, അവർ യേശുവിൽ വിശ്വസിച്ചു, അവനെ സ്വീകരിച്ചു, അവനെ ഉൾക്കൊണ്ടു. ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിൽ പൗലോസിന് ഒരുപാട് സന്തോഷിക്കാനുണ്ട്. അവൻ ഒത്തിരി പ്രശംസിക്കാനുണ്ട്, അഭിമാനിക്കാനുണ്ട്. എന്നാൽ അങ്ങനെ സന്തോഷവും അഭിമാനവും ഉള്ള പൗലോസിന് ഒരു കാര്യം ഓർക്കുമ്പോൾ അവന് വിഷമമാണ്, അവന് സങ്കടമാണ്. അതാണ് 9-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 9-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 1 മുതൽ ഉള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു,
ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. പൗലോസിന്റെ ഹൃദയത്തിലുള്ള വലിയൊരു നോവ്, അത് ഇടവിടാതെ അവന്റെ ഉള്ളിൽ ഈ നോവ് വരികയാണ്. ഈ പെയിൻ അവന്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടവിടാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ഒരു ദുഃഖം അവന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്താണ് പൗലോസിന്റെ ഉള്ളിലെ ഈ ദുഃഖം? എന്താണ് അവന്റെ ഉള്ളിലെ ഈ ഇടവിടാത്ത ഈ നോവ്? എന്താണ് അത് വ്യക്തമാക്കുന്നതാണ് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. 9 മുതൽ 11 വരെയുള്ള ഈ 3 അധ്യായങ്ങളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. അതിന്റെ ഒന്നാമത്തെ ഭാഗം എന്നുള്ളത് ഇസ്രായേലിന്റെ ഭൂതകാലത്തെ പറ്റിയിട്ടാണ്. പാസ്റ്റ്. ആ ഭൂതകാലത്തിൽ ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ഈ 9, 10, 11 അധ്യായങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭൂതകാലത്തെ പറ്റിയിട്ടാണ്. ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 9-ാം അധ്യായത്തിന്റെ തുടക്കം പൗലോസിന്റെ ഉള്ളിലെ ദുഃഖമാണ്, അവന്റെ ഉള്ളിലെ വേദനയാണ്. അതിന്റെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. 3-ാമത്തെ വാക്യം, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവനുള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത്രത്തോളം അവന്റെ ഉള്ളിൽ വേദനയുണ്ട്, അത്രത്തോളം അവന് ഭാരമുണ്ട്. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട്, അപ്പോൾ ഞാൻ പോലും ക്രിസ്തുവിനോട് മാറി ആ ശാപത്തിലേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ അത്രത്തോളം വേദന എൻ്റെ ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട്, അത്രയും വേദന, അത്രയും ഭാരം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പൗലോസ് വ്യക്തമാക്കിയാണ്. ആരെ പറ്റിയിട്ടാണ് പൗലോസിന്റെ ഭാരം? ആരെ പറ്റിയിട്ടാണ് അവന്റെ ഉള്ളിലെ വേദന? ജഡപ്രകാരമുള്ള അവന്റെ സഹോദരന്മാർ, അതായത് യഹൂദരെ പറ്റിയിട്ടുള്ള, ഇസ്രായേലരെ പറ്റിയിട്ടുള്ള അവന്റെ ഉള്ളിലെ വേദനയും വിഷമവുമാണ് അവൻ ഇവിടെ പ്രകടമാക്കുന്നത്. അവർ ഇസ്രായേല്യർ, 4-ാം വാക്യം, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടു. അപ്പോൾ ഇപ്രകാരം ഉന്നതിയിൽ നിൽക്കുന്ന, എല്ലാ പാരമ്പര്യവും പറയുവാനുള്ള, എല്ലാ സവിശേഷതയും പറയുവാനുള്ള, ദൈവത്താൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു ജനത്തെ പറ്റിയിട്ടാണ് പൗലോസിന്റെ ഭാരവും അവന്റെ വേദനയും. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ഒരു പരമാധികാരം, അവന്റെ തെരഞ്ഞെടുപ്പ്, അല്ലെ, ഇസ്രായേലിന്റെ ഭൂതകാലത്തെ പറ്റിയിട്ട് പറയുമ്പോൾ അതിൽ പ്രധാനം എന്നുള്ളത് അവരുടെ തെരഞ്ഞെടുപ്പായിരുന്നു. പൗലോസ് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് 6-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ആമീൻ, ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, ഇസ്രായേലിൽ നിന്നും ഉത്ഭവിച്ച എല്ലാവരും ആരല്ല? എല്ലാവരും ഇസ്രായേലിയർ അല്ല. അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും ആരാകുന്നില്ല? എല്ലാവരും മക്കൾ എന്നും വരികയില്ല. അപ്പോൾ ഇത് അല്പം കൂടി ഒന്ന് സ്പഷ്ടമാക്കാൻ പൗലോസ് ചില ഉദാഹരണങ്ങൾ അവൻ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ, ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം, അബ്രഹാം
എന്ന് പറയുമ്പോൾ ഇസ്ഹാക്ക് അവന്റെ മകനാണ്. അതുപോലെ അതിന് മറ്റൊരു റൂട്ട് കൂടെ ഉണ്ട്, അത് ഇസ്മായേലിന്റെ റൂട്ടാണ്. അപ്പോൾ ജഡപ്രകാരം അവന്റെ സന്തതികളായിട്ടുള്ള എല്ലാവരും മക്കൾ എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അവിടെ ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ദൈവം ആരെയാണ് തെരഞ്ഞെടുത്തത്? വാഗ്ദത്ത പ്രകാരം ജനിച്ച വാഗ്ദത്ത സന്തതിയുടെ ആ ലീനിയേജ് ആണ് ദൈവം തെരഞ്ഞെടുത്തത്. ഇസ്ഹാക്കിനെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മക്കളെ കാണാം, യാക്കോബും ഏശാവും. അത് രണ്ടും രണ്ട് ലീനിയേജ് ആണ്. അതിൽ ജഡപ്രകാരം സന്താനമാണ്, മകനാണ് എങ്കിലും അവിടെയും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഏശാവിനെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്, അവിടെ യാക്കോബിനെയാണ് തെരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, അബ്രഹാമിന്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കൾ എന്ന് വരികയില്ല. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനാണ് എങ്കിലും എല്ലാവരും ഇസ്രായേലിയർ എന്ന് വരികയില്ല. അപ്പോൾ ആ ഒരു വാഗ്ദത്തം കിട്ടിയവരല്ല എല്ലാവരും. ജഡപ്രകാരമുള്ള മക്കൾ അല്ലെ, സന്താനം, അത് മക്കൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് അങ്ങനെ എല്ലാവരെയും നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്തുവാനായിട്ട് സാധിക്കില്ല. അവിടെ ദൈവത്തിന്റെ ചില തെരഞ്ഞെടുപ്പുകൾ, അവന്റെ ചില പരമാധികാരം അവിടെ കടന്നു വരുന്നു എന്നുള്ളത് പൗലോസ് അവിടെ സ്പഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കുട്ടി ജനിച്ച് അവൻ ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നുള്ളതിനെ അനുസരിച്ചിട്ടല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അത് ആ പ്രവൃത്തി നോക്കിയിട്ടല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇവിടെ പറയുന്നത്, അപ്പോൾ ഒരു കുട്ടികൾ ജനിച്ച് അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം അത് വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇസ്ഹാക്കിനെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തത്? ദൈവത്തിന്റെ ഇഷ്ടം നിമിത്തം അവൻ അത് അങ്ങനെ ചെയ്തു. അത് ദൈവത്തിന് ഹിതമായിരുന്നു. ദൈവത്തിന് അത് പ്രസാദകരമായിരുന്നു. ഗുണമാണോ ദോഷമാണോ പ്രവൃത്തി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടല്ല, അതിനു മുൻപേ തന്നെ ദൈവം തെരഞ്ഞെടുപ്പുകൾ നടത്തി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 14-ാമത്തെ വാക്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? എന്തുകൊണ്ട് ഇശ്മായേലിനെ സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് ഏശാവിനെ തിരഞ്ഞെടുത്തില്ല? ഇതിൽ ദൈവത്തിന്റെ അനീതിയുണ്ടോ? പൗലോസ് അവിടെ ചോദ്യമായി തന്നെ അത് ചോദിക്കുകയാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? ഉത്തരവും അവിടെ തന്നെയുണ്ട്. ഒരു നാളുമില്ല. ഒരു നാളും അവന്റെ പക്കൽ അനീതിയില്ല. നീതി അനീതിയുടെ ചോദ്യം അല്ല അത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ, 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. അതിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ. ചിലരോട് എനിക്ക് കരുണ തോന്നും, ചിലരോട് എനിക്ക് കനിവ് തോന്നും. അവരോട് ഞാൻ കനിവ് കാണിക്കുന്നു. അതാണ് അവന്റെ ഇഷ്ടം. ചിലരോട് അവനൊരു ഇഷ്ടം തോന്നുന്നു, അവൻ കരുണ കാണിക്കുന്നു. അപ്രകാരം ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് 16-ാമത്തെ വാക്യം, ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് സ്വയം പ്രശംസിക്കാനുള്ള ഒന്നല്ല. ദൈവമത്രേ അതിന്റെ സകലത്തിന്റെയും പിന്നിൽ. അവൻ മൂലമത്രേ അത് സാധിക്കുന്നത്. കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ഇച്ഛിക്കുന്നവനാലല്ല, ആഗ്രഹമുണ്ടായിട്ട് കാര്യമില്ല, ഞാൻ ഓടിയത് കൊണ്ടും കാര്യമില്ല. എന്നോട് കരുണ കാണിച്ച ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് അവന്റെ പക്ഷത്തേക്ക് വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നെങ്കിൽ, അവനെ സ്വീകരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചെങ്കിൽ, അവിടെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ദൈവം നമ്മെ അവന്റെ ശുശ്രൂഷകൾക്കായിട്ട് നമ്മെ വിളിച്ചെങ്കിൽ, തെരഞ്ഞെടുത്തെങ്കിൽ, അവിടെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. ദൈവത്താൽ അവന് കരുണ തോന്നി, അവന് കനിവ് തോന്നി, അവൻ അത് ചെയ്തു എന്നേ ഉള്ളൂ. പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത് എന്ന് അവിടെ പറയുകയാണ്. 17-ാമത്തെ വാക്യം, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ. നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും. അല്ലെ, നമ്മൾ ദൈവവചനത്തിൽ എങ്ങനെ വായിക്കുന്നുണ്ട്? ബലഹീനനെ ദൈവം തെരഞ്ഞെടുക്കുന്നു, ശക്തിയില്ലാത്തവനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. എന്തിനാ? അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തിയെ പകരുകയാണ്. അവന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി പകരപ്പെടുകയാണ്. ആ ശക്തി നിന്നിൽ കാണേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ സാധാരണ ഈ ഭൂമിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ പോലെ അല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ. ഒരു കാലത്ത് മനുഷ്യന്റെ ആരോഗ്യം അനുസരിച്ചിട്ടായിരുന്നു തെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരുന്നത്. കൂടുതൽ കായിക ശേഷിയുള്ളവനെ തെരഞ്ഞെടുക്കും, അടിമയായും അല്ലെങ്കിൽ കുടുംബജീവിതത്തിനും ഒക്കെ അപ്രകാരം ആരോഗ്യമുള്ളവരെ തെരഞ്ഞെടുത്തിരുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് മനുഷ്യൻ ആ സെലക്ഷന് വേണ്ടിയിട്ട് മനുഷ്യന്റെ ആ ക്രൈറ്റീരിയാസിനൊക്കെ ചേഞ്ച് വരികയാണ്. എന്നാൽ മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ്. അവന് കരുണ തോന്നണം എന്നുള്ളവരോട് അവൻ കരുണ തോന്നുന്നു. ചിലരോട് അവൻ കനിവ് കാണിക്കുന്നു, ചിലരെ അവൻ തെരഞ്ഞെടുക്കുന്നു. അവന്റെ ശക്തി ചിലരിലേക്ക് അവൻ പകരുന്നു. അവന്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിന് തന്നെ. എന്തിനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുക്കുന്നത്? ഒന്ന്, നമ്മളുടെ ജീവിതത്തിൽ അവന്റെ ശക്തി കാണേണ്ടതിന്, നമുക്ക് സ്വയം അത് തിരിച്ചറിയേണ്ടതിന്, നമ്മളുടെ കണ്ണുകൾ പ്രകാശിക്കേണ്ടതിന്, ദൈവത്തിന്റെ ആ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന്, മറ്റൊന്ന് അത് പ്രസ്താവിക്കപ്പെടേണ്ടതിന്. ഇപ്രകാരം ദൈവം നമ്മെ ഓരോരുത്തരെയും അവന്റെ വഴികളിലേക്ക് അവൻ നമ്മെ തിരഞ്ഞെടുക്കുന്നു. 18-ാമത്തെ വാക്യം, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കും. എല്ലാം ദൈവത്തിന്റെ അധികാരം, എല്ലാം അവന്റെ അധികാരത്തിന്റെ കീഴിലാണ്, എല്ലാം അവന്റെ പരമാധികാരമാണ്. അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യുന്നു. ചിലരോട് അവൻ കരുണ കാണിക്കുന്നു. ആകയാൽ നമ്മൾ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? ദൈവത്തെ ചോദ്യം ചോദിക്കാൻ അവന്റെ തെരഞ്ഞെടുപ്പുകളെ അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അവൻ എന്തുകൊണ്ട് ചിലരെ തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദ്യം ചോദിക്കാൻ അവനോട് മനുഷ്യൻ ആളല്ല. മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? സൃഷ്ടാവിനോട് സൃഷ്ടിക്ക് ചോദിക്കാവുന്ന ചോദ്യമല്ല, നീ എന്നെ എന്താണ് നീ എന്നെ ഇങ്ങനെ മെനഞ്ഞത് എന്നുള്ളത് സൃഷ്ടാവിനോട് ചോദിക്കാനുള്ള അവകാശം സൃഷ്ടിക്കില്ല.
അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? പ്രിയമുള്ളവർ, ഇതെല്ലാം ദൈവത്തിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്. കുശവൻ ചില പാത്രങ്ങൾ അത് മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനുമായിട്ട് അത് അവന്റെ ഇഷ്ടമാണ്, അത് അവന്റെ അധികാരമാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള പാത്രങ്ങളെ പറ്റിയിട്ട് പറയുന്നു: മാനപാത്രങ്ങളും അപമാന പാത്രങ്ങളും. വെസൽസ് ഓഫ് ഓണർ ആൻഡ് വെസൽസ് ഓഫ് ഡിസ്ഓണർ. രണ്ട് തരത്തിലുള്ള പാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയാൽ നാം എങ്ങനെയുള്ള പാത്രങ്ങളാണ്? മാനപാത്രങ്ങളോ അപമാന പാത്രങ്ങളോ? എന്താണ് നമ്മളുടെ ജീവിതത്തിന്റെ സന്ദേശം? ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് വൃഥാവായി പോയോ? ചില സാധനങ്ങൾ നമ്മൾ ഷോക്കേസിൽ വയ്ക്കുന്നു, ചില സാധനങ്ങൾ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്നു, ചില പാത്രങ്ങൾ നമ്മൾ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നു, ചില പാത്രങ്ങൾ കാണാൻ മാത്രമേ അത് ഉപകാരപ്പെടുന്നുള്ളൂ. എങ്ങനെയുള്ള പാത്രങ്ങളാണ് നാം? ദൈവം ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും അവന്റെ മാനപാത്രങ്ങളായി, ഉപയോഗമുള്ള പാത്രങ്ങളായി ഉപയോഗിക്കപ്പെടണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നാം എങ്ങനെയുള്ള പാത്രങ്ങളാണ്? മാനപാത്രങ്ങളോ അപമാന പാത്രങ്ങളോ? ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതെല്ലാം പറയുമ്പോൾ അവരുടെ ആ തെരഞ്ഞെടുപ്പ്, അല്ലെ, ആ ഒരു ലീനിയേജ്, ആ ഒരു പാരമ്പര്യം, ആ ഒരു വംശത്തിന്റെ വരവ് നമ്മൾ നോക്കുമ്പോൾ ദൈവം ചിലരെ തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 29 അധ്യായത്തിന്റെ 25, 26 വാക്യങ്ങൾ അവിടെ വരുമ്പോൾ ആ സെലക്ഷന് അത് അല്പം കൂടെ വ്യത്യാസങ്ങൾ വരുന്നത് നമുക്ക് കാണാം. അബ്രഹാമിന്റെ പാരമ്പര്യം നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിലുള്ള എല്ലാവരും സന്തതികളായിരുന്നില്ല, മക്കളെന്ന് വിളിച്ചിരുന്നില്ല. വാഗ്ദത്ത പ്രകാരമുള്ളവർ മാത്രമേ സന്തതികളെ ആയുള്ളൂ. അങ്ങനെ ഒരു 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 തരംതിരിവ്, ഒരു സെപ്പറേഷൻ അവിടെ നടത്തി ഈ 25, 26 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വേറെയും ചില മാറ്റങ്ങൾ അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. 25-ാമത്തെ വാക്യം: എന്റെ ജനമല്ലാത്തവരെ എന്റെ ജനം എന്നും, പ്രിയയല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കും. ജനമല്ലാത്തവർ എന്തായി തീർന്നു? ജനമായി തീർന്നു. പ്രിയയല്ലാത്തവൾ എന്തായി തീർന്നു? അവർ പ്രിയയായി തീർന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 26-ാമത്തെ വാക്യത്തിൽ എന്റെ ജനമല്ല എന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നവർ അവർ എങ്ങനെയുള്ളവരായിട്ട് മാറി? ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ഇടയായി. ഇത് നാം ഓരോരുത്തരിലേക്കും വന്ന തെരഞ്ഞെടുപ്പാണ്, വിളിയാണ്. ഇസ്രായേലിനെ ദൈവം വിളിച്ചു, ആ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. എന്നാൽ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ തെരഞ്ഞെടുപ്പ് ആരിലേക്ക് വന്നു? ഈ പ്രിയയല്ലാതെ, സ്വന്തം ജനമല്ലാതെ മാറി നിന്നവരിലേക്ക് ആ തെരഞ്ഞെടുപ്പ് വന്നു. ജാതീയരായിട്ടുള്ളവരിലേക്ക് ആ തെരഞ്ഞെടുപ്പ്, ആ വിളി വന്നു. പ്രിയയല്ലാത്തവൾ പ്രിയയായി, സ്വന്തമല്ലാത്തവൾ സ്വന്തമായി. എന്റെ ജനമല്ല എന്ന് മാറ്റപ്പെട്ട ആ ഒരു കാറ്റഗറി അത് എന്തായി തീർന്നു? അത് മക്കളായി തീർന്നു. അപ്പോൾ ദൈവം അവന്റെ രക്ഷാകര പദ്ധതിയിലേക്ക്
ദൈവം നമ്മെ വിളിക്കുമ്പോൾ സ്വന്തത്തെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മെ അവൻ സ്വന്തം എന്ന ലേബല് നമുക്ക് അവൻ തന്നത്. ദൈവ മക്കൾ എന്ന പദവി അവൻ നമുക്ക് തന്നത്. നമ്മൾ പുറത്തു നിന്നവരായിരുന്നു. ആ സെലക്ഷന്റെ, ആ ലീനിയേജിന്റെ പുറമെ നിന്നവരായിരുന്നു നാം. എന്നാൽ നമ്മെ അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. അവൻ അതിൻ്റെ അകത്ത് നമ്മെ കൊണ്ടുവന്നു. പ്രിയമുള്ളവരെ, എത്ര വലിയ രക്ഷയാണ്, എത്ര വലിയ സെലക്ഷനാണ് ദൈവം നമുക്കായിട്ട് ഒരുക്കിയത്. 27-ാമത്തെ വാക്യം, യെശയ്യാവോ ഇസ്രായേലിനെ കുറിച്ച്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ രക്ഷിക്കപ്പെട്ടു. കർത്താവ് ഭൂമിയിൽ തൻ്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ആ 9-ാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു ശേഷിപ്പിനെ ദൈവം നിലനിർത്തും എന്ന് പറയുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ദൈവം ഒരുക്കിയ രക്ഷയെ സംബന്ധിച്ചിടത്തോളം, അവരെ ദൈവം തെരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പുകൾ വന്നു. എന്നാൽ അവർ മാറ്റപ്പെട്ടു. അതിലേക്ക് വേറൊരു ഒരു 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 കാറ്റഗറി അതിലേക്ക് കയറി വന്നു. എങ്കിലും ഇതൊക്കെയാണെങ്കിലും ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവൻ ഓർക്കും. ഒരു ശേഷിപ്പ് അവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. 27-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ. അപ്പോ ആ കർത്താവിന്റെ യഥാർത്ഥ ആ ഒരു രക്ഷയിലേക്ക് ഒരു ശേഷിപ്പ് മാത്രമേ കടന്നു ചെല്ലൂ എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇത് ഇപ്രകാരം, 30-ാമത്തെ വാക്യം, ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. ഇപ്പോൾ നമ്മൾ 30-29 വരെയുള്ള വാക്യങ്ങളാണ് ആ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു ഭൂതകാലമായിട്ട് പറയപ്പെടുന്നത്. അതിൽ പ്രധാനമായിട്ടും ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതും ആ തെരഞ്ഞെടുപ്പിന്റെ ആ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 30 മുതലുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ, 30 മുതൽ 10-ാം അധ്യായത്തിന്റെ 21 വരെയുള്ള വാക്യങ്ങൾ, അത് ഇസ്രായേലിന്റെ വർത്തമാനകാലം, പ്രസന്റ്. 29-ാമത്തെ വാക്യം വരെ പാസ്റ്റ് ആയിരുന്നു. എന്നാൽ 30-ാമത്തെ വാക്യം മുതൽ അതിന്റെ പ്രസന്റ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് വിവരിക്കുന്നത്. അതിൽ അവരുടെ തിരസ്കരണമാണ് അവിടെ പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മൾ 30-ാമത്തെ വാക്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അപ്പോൾ ഇവിടെ ഇസ്രായേലിന്റെ ദൈവനീതിയുടെ തിരസ്കരണം, ദൈവനീതിയെ അവർ തിരസ്കരിച്ചു. വർത്തമാനകാലത്ത് എന്തുണ്ടായി? ദൈവനീതിയെ ഇസ്രായേൽ ജനം തിരസ്കരിച്ചു കളഞ്ഞു, വേണ്ടെന്ന് വെച്ചു. ദൈവത്തിന്റെ നീതിയെ അവർ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, നീതിയെ പിന്തുടരാത്ത ജാതികൾ എന്ത് പ്രാപിച്ചു? അവർ നീതി പ്രാപിച്ചു. അപ്പോൾ നീതിയെ പിന്തുടരാൻ വേണ്ടിയിട്ട് അവർ പോയതല്ല, പക്ഷെ നീതി അങ്ങനെ പിന്തുടരാത്ത ജാതികൾക്ക് എന്ത് ലഭിച്ചു? നീതി ലഭിച്ചു. എങ്ങനെയാ അത് അവർക്കാൽ നീതി ലഭിച്ചത്? അവർ വിശ്വാസത്താൽ അന്വേഷിച്ചത് കൊണ്ട് അവർക്ക് നീതിയെ ലഭിച്ചു. അപ്പോൾ എന്താണ്? ജാതികളിലേക്ക് ആ സുവിശേഷം കടന്നു ചെന്നപ്പോ അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ അവർ നീതീകരിക്കപ്പെട്ടു. എന്നാൽ ഈ നീതിയെ പിന്തുടർന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിച്ചു? യഹൂദ ജനത്തിന് എന്ത് സംഭവിച്ചു? അവർ നീതി പ്രാപിച്ചില്ല. അവർ നീതി പ്രാപിക്കാത്തതിന്റെ കാര്യം അവർ പ്രവൃത്തികളാൽ അന്വേഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ നീതിയെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് രണ്ട് റൂട്ടുകളിലൂടെ ജനം പോയി. ഒന്ന് ജാതികൾ
അവർ വിശ്വാസത്താൽ പോയി, അത് അവർക്ക് പ്രാപ്യമായി, നീതി അവർ പ്രാപിച്ചു. എന്നാൽ യഹൂദർ, നീതിയെ പിന്തുടർന്നുകൊണ്ടിരുന്നവർ, അവർ അവരുടെ പ്രവൃത്തികളാൽ ഇങ്ങനെ പിന്തുടർന്നു പോയി. പക്ഷെ അവർക്ക് നീതിയെ പ്രാപിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇണറി. ഇസ്രായേൽ ജനത്തിന് എന്ത് സംഭവിച്ചു? അവർ വിശ്വാസത്താലല്ല അവർ അന്വേഷിച്ചു കൊണ്ടിരുന്നത്, അവർ പ്രവൃത്തികളാൽ, ന്യായപ്രമാണത്താൽ അവർ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് ഒടുവിൽ എന്തുണ്ടായി? ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. 33 വാക്യം, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകുകയില്ല. സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു. ഏതാണ് ആ ഇടർച്ചക്കല്ല്? കർത്താവായ യേശു ക്രിസ്തുവാണ് ആ ഇടർച്ചക്കല്ല്. ഇടർച്ചക്കല്ല് എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം ഇസ്രായേലരെല്ലാം ഈ നീതിയെ പിന്തുടർന്ന് വന്ന് ഒടുവിൽ ഈ കല്ലിന്മേൽ തട്ടി അവർ സ്റ്റംബിൾ ചെയ്തു, അല്ലെ? അവർ വീണു. അവർക്ക് വിശ്വാസത്താൽ കർത്താവിനെ ഉൾക്കൊള്ളാനായിട്ട്, വിശ്വസിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആരാണ് ഇടറിയത്? യഹൂദന്മാരാണ്, ഇസ്രായേലരാണ് ഇടറിപ്പോയത്. എവിടെയാണ് അവർ ഇടറിയത്? അവർ ഈ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി അവർ ഇടറിപ്പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? വർത്തമാനകാലത്ത് ഇസ്രായേലിന് അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിപ്പോയി. പ്രിയമുള്ളവരെ, അപ്രകാരം വർത്തമാനകാലത്ത് അവർ ദൈവനീതിയെ അവർ തിരസ്കരിച്ചു കളഞ്ഞു എന്ന് 9 അധ്യായത്തിന്റെ നമ്മുടെ ആ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ, 30 മുതലുള്ള വാക്യങ്ങളുടെ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ തുടർച്ചയാണ് നമ്മൾ 10 വാക്യത്തിൽ കാണുന്നത്. 10 വാക്യത്തിന്റെ തുടക്കവും 9 അധ്യായം എങ്ങനെ ആരംഭിച്ചോ അതേ രീതിയിൽ തന്നെയാണ് 10 അധ്യായവും ആരംഭിക്കുന്നത്. 9 അധ്യായം ആരംഭിച്ചത് പൗലോസിന്റെ ഹൃദയവേദനയെ വെളിപ്പെടുത്തിയാണ് അത് ആരംഭിക്കുന്നത്. 10 അധ്യായവും ആരംഭിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പൗലോസിന്റെ വേദന വെളിവാക്കിക്കൊണ്ടാണ് 10 അധ്യായവും ആരംഭിക്കുന്നത്. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള ജാതികൾ സുവിശേഷം സ്വീകരിച്ചപ്പോ ഈ ഇസ്രായേല്യർ, വാഗ്ദത്ത സന്തതികൾ, ഇസ്രായേല്യർ, യഹൂദർ ഈ സുവിശേഷം സ്വീകരിക്കാത്തതിന്റെ ഒരു വലിയ ഭാരം അവന്റെ ഉള്ളിൽ കിടക്കുക. പൗലോസ് ജാതികളുടെ അപ്പോസ്തലനാണ്. ജാതികൾ സ്വീകരിച്ചു, അതെല്ലാം അവന് സന്തോഷം നൽകുന്നതാണ്. പക്ഷെ ആ സ്വന്തം ജനം മാറാത്തതിന്റെ, അവർക്ക് പരിവർത്തനം വരാത്തതിന്റെ ഒരു വേദന അവന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നന്മ ആ പ്രിയപ്പെട്ടവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ, അവർ അതിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഓസ്ട്രേലിയയിലാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അവൻ ഓസ്ട്രേലിയക്ക് പോയത്. +2 കഴിഞ്ഞ് പോയതാണ്. വളരെ കഷ്ടപ്പെട്ട് ജോലി നേടി, വളരെ അധ്വാനിച്ചു. അങ്ങനെ അധ്വാനിച്ച ഓരോരുത്തരെയായിട്ട് അവൻ അവൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെ അവൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഇന്ന് ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേക ദേശത്തിലെ ഒരു ഏറ്റവും വലിയ ഫാമിലി അവൻ്റെ ഫാമിലിയാണ്. കാരണം ഒരുപാട് പേരെ അവൻ കൊണ്ടുപോയി, അവൻ്റെ കുടുംബത്തിലുള്ള ഒരുപാട് പേരെ അവൻ കൊണ്ടുപോയി. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവൻ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞത് ഇതാണ്: ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് കുറെ ചെയ്തു, അവരെയൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഈ റീസെന്റ് വളരെ കടത്തിൽ മുങ്ങിയ, ഒരുപാട് ലക്ഷങ്ങൾ കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തെ, അവന്റെ തന്നെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ആണ്, അവരെ കൊണ്ടുപോയി. അപ്പൊ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കൊണ്ടുപോയത്. അവന്റെ തന്നെ സ്ഥാപനത്തിൽ ജോലിക്ക് കയറ്റി. പക്ഷെ ഇന്ന് ആ സ്ഥാപനത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന തലത്തിൽ അവർ നിൽക്കുകയാണ്.
രക്ഷപ്പെടണമെന്നും ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ശരിയായ റെസ്പോൺസ് നമ്മളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്കത് ഒത്തിരി വേദനയുണ്ടാകും. പൗലോസിന്റെ ഉള്ളിലെയും വേദന അത് തന്നെയാണ്. അവനും ഒരു യഹൂദനാണ്, അവന്റെ കുടുംബക്കാരാണ്, അവന്റെ സഹോദരങ്ങളാണ് ഇവരൊക്കെ. പക്ഷേ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പൗലോസ് പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ അവർ സ്വീകരിക്കാതെ വന്നപ്പോൾ പൗലോസിന്റെ ഉള്ളിൽ വേദനയായി. അവർ എങ്ങനെയെങ്കിലും ഈ രക്ഷ അനുഭവിക്കണം, ഇത് തിരിച്ചറിയണം എന്ന് പൗലോസിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് ഈ ലേഖനങ്ങളുടെ, ഈ അധ്യായങ്ങളുടെ പിന്നിലെ ചേതോവികാരം എന്ന് പറയുന്നത്. അപ്പോൾ അവന്റെ ഹൃദയവാഞ്ചന അത്രത്തോളമുണ്ട്, ഹൃദയവാഞ്ച അത്രത്തോളമുണ്ട്. അവൻ അത് പ്രസ്താവിക്കുകയാണ്. 2-ാമത്തെ വാക്യം, അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇവർ ദൈവത്തെ പറ്റിയിട്ട് ഇവർക്ക് എരിവുണ്ട്, അതിന് ഞാൻ സാക്ഷ്യം പറയുകയാണ്. ഇസ്രായേലർ, യഹൂദർ, അവർക്ക് എന്തുണ്ട്? അവർക്ക് ദൈവത്തെ പറ്റിയിട്ട് നല്ല എരിവാ ഉള്ളത്. പക്ഷെ ആ എരിവിൽ ഒരു കാര്യമില്ലാതെ പോയി. എന്താണ് അത്? പരിജ്ഞാനപ്രകാരമുള്ള ഒരു എരിവല്ല അവരുടെ. യഹൂദ ജനത്തിന് പറ്റിയ മണ്ടത്തരം അവിടെയാണ്. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇവർക്ക് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാത്ത? അവർ സ്വന്തം നീതി നടപ്പാക്കുന്ന തിരക്കിലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യഹൂദ ജനം എത്തി നിൽക്കുമ്പോൾ അന്നത്തെ പരീശന്മാർ, ശാസ്ത്രിമാർ, ഇങ്ങനെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവർ അവരുടെ നീതി നടപ്പാക്കുന്ന, അവരുടെ റൂൾസ് നടപ്പാക്കുന്ന, അവരുടെ ജസ്റ്റിസ് നടപ്പാക്കുന്ന തിരക്കിലായിരുന്നു അവർ. അവർക്ക് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെടാനായിട്ട് സാധിച്ചില്ല. ഇന്നും നമ്മളുടെ ചുറ്റും നോക്കിയാൽ ക്രിസ്ത്യാനികളാണ്, പക്ഷേ അവർ ദൈവനീതിക്ക് കീഴ്പ്പെട്ടവരല്ല. അവർ തങ്ങളുടേതായ മാനുഷികമായ നീതികളുമായി മുന്നോട്ട് പോകുന്നവരാണ്, അല്ലെങ്കിൽ അനീതിയുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഇസ്രായേൽ ജനത നല്ല എരിവുള്ളവരാണ് ദൈവത്തെ സംബന്ധിച്ച്. പരിജ്ഞാനമില്ലാതെ ദൈവത്തിന്റെ നീതിക്ക് വിധേയപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയമുള്ളവരെ, ഇന്നും നമ്മളുടെ തലമുറയിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. എരിവുണ്ട്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്, കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നവരാണ്. പക്ഷെ എവിടെയൊക്കെയോ നാം ദൈവത്തിനും ദൈവത്തിന്റെ വചനത്തിനും കീഴ്പ്പെടുന്നില്ല. ജീവിതത്തെ വചനമനുസരിച്ച് വിധേയപ്പെടുത്തുന്നില്ല. നമ്മൾ നമ്മളുടെ നീതി സ്ഥാപിക്കുവാനായി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതിൽ നിന്നും പൗലോസിന് ഇത് ഒത്തിരി വേദന ഉളവാക്കുന്ന കാര്യമായിരുന്നു. പൗലോസ് അത് അവരോട് പ്രസ്താവിച്ചു. നമ്മൾ 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട്, 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്പെടും. നീ ഇസ്രായേലിനാണെങ്കിലും യേശു ക്രിസ്തു നിന്നിൽ നിന്നാണ് ജനിച്ചത് എങ്കിലും, പിതാക്കന്മാർ എല്ലാം നിന്നിൽ നിന്നാണ് ഉത്ഭവിച്ചത് എങ്കിലും, ട്രഡീഷൻ എല്ലാം നിന്റെ പക്ഷത്താണ് എങ്കിലും, രക്ഷിക്കപ്പെടണമോ? ഒരു കാര്യം നമ്മൾ ചെയ്യണം. യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടിയിട്ട് പൗലോസ് ഇത്ര ക്ലാരിറ്റിയോടെ അവൻ എഴുതി. നിങ്ങളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും നല്ലതാണ്. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്ത ഒരു ജനമാണ് നിങ്ങൾ.
പക്ഷേ രക്ഷിക്കപ്പെടണമോ? യേശുവിനെ സ്വീകരിക്കണം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ച് പോകുകയില്ല. പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തിന്റെ മഹത്വം അവിടെയാണ്. ബാക്ക്ഗ്രൗണ്ടിലല്ല കാര്യം, ചരിത്രത്തിലല്ല കാര്യം, ട്രഡീഷനിലല്ല കാര്യം, നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തോ എന്നുള്ളതിലല്ല കാര്യം. ഞാൻ വിശ്വസിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടും. ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ ആ വലിയ രക്ഷ അത് എങ്ങനെ ഗണ്യമാക്കാതെ ജീവിക്കാൻ സാധിക്കും? അവൻ നമ്മെ ചേർത്തു, പുറത്തു നിന്ന നമ്മെ അവൻ അകത്തേക്ക് കൊണ്ടുവന്നു, അവൻ നമ്മെ മക്കളാക്കി. നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അവൻ നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. അവനെ പ്രസംഗിക്കുന്നതാണ് ജീവിതത്തിന്റെ ഭാഗ്യമെന്ന് പൗലോസ് ഉള്ളിൽ തിരിച്ചറിഞ്ഞു. സ്വന്തം സഹോദരന്മാരോട് അവനത് പ്രസംഗിച്ചു. 14-ാമത്തെ വാക്യം, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! പ്രിയമുള്ളവരെ, ഈ സുവിശേഷത്തെ അത് പങ്കുവെക്കുവാൻ, ഈ സുവിശേഷത്തെ പ്രഘോഷിക്കുവാൻ അത് ലഭിക്കുന്ന അല്ലെ, അതൊരു ഒരു 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 മഹത്വകരമായ ഒരു കാര്യമാണ്. ആരെങ്കിലും ഒക്കെ വേണം ഇത് പറയാൻ, ഇത് സുവിശേഷിപ്പാൻ ആരെങ്കിലും ഒക്കെ വേണം. ഇതറിയില്ലാത്തവരോട് പറയാൻ ആരെങ്കിലും ഒക്കെ വേണം. ഇന്ന് EGM ഓഫ് ഇന്ത്യ ഭാരത ഗ്രാമങ്ങളിൽ ചെയ്യുന്ന ശുശ്രൂഷ ഇതാണ്. ഇത് കേട്ടിട്ടില്ലാത്തവരോട് ഇത് പറയുക. സുവിശേഷം അറിയാത്ത ഗ്രാമങ്ങളിൽ കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുക. പറയാൻ ആളില്ലാതെ ഇത് ആര് കേൾക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? പൗലോസ് കുറെ ചോദ്യങ്ങൾ അവിടെ ഇട്ടുതരികയാണ്. പ്രിയമുള്ളത്, ഇങ്ങനെ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! 17-ാമത്തെ വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. വിശ്വാസം അത് കേൾക്കണം. കേട്ടെങ്കിലേ വിശ്വസിക്കാനായിട്ട് സാധിക്കൂ. കേൾക്കണം. ദൈവവചനം കേൾക്കുന്നവരായി കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഇപ്രകാരം പൗലോസ് തൻ്റെ സ്വന്തം സഹോദരന്മാരോട് അവൻ ഈ കാര്യങ്ങൾ പറയുന്നു. 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, യെശയ്യാവോ, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടി. പ്രിയമുള്ളവർ, നമ്മൾ ദൈവത്തെ അന്വേഷിച്ചു ചെന്നതല്ല, ദൈവം നമ്മെ അവൻ കണ്ടെത്തിയതാണ്. നമ്മൾ ചോദിച്ചത് കൊണ്ടല്ല, അവൻ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷനായതാണ്. ദൈവം നമ്മളെ അന്വേഷിച്ച് വരികയായിരുന്നു. ഇത് വ്യക്തിപരമായി നമ്മൾ എടുത്താൽ, നമ്മളുടെ സ്വന്തം ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ, ദൈവം നമ്മെ തേടി വരികയായിരുന്നു. പ്രതിസന്ധികളുടെ മധ്യേ രോഗത്തിലൂടെ നാം കടന്നുപോയപ്പോ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങിയപ്പോ, ഹൃദയം വേദനിച്ച സമയത്ത്, ഏറ്റവും പ്രിയപ്പെട്ടവർ കൈവിട്ട നേരത്ത്, ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ, ദൈവം നമ്മെ അന്വേഷിച്ചു വരികയായിരുന്നു. അവൻ നമ്മെ കണ്ടെത്തി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. നാം അകന്നു മാറുന്നത് അവന് സഹിക്കാൻ പ്രയാസമുള്ളതാണ്. അവന് ഏറെ വേദനയാണ് നാം
അകന്നു പോകുന്നു. ചില പ്രയാസങ്ങൾ വന്നെങ്കിലേ നമ്മൾ അവനോട് അടുക്കൂ. ചില പ്രതിസന്ധികൾ വരുമ്പോഴേ നമ്മൾ അവനിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമ്മളുടെ തിരക്കുകളായിട്ട് നമ്മൾ പോകുമ്പോൾ അതെവിടെയെങ്കിലും ചെന്ന് ഇടിച്ച് നിൽക്കും. അവിടെ നമ്മൾ നിന്ന് നമ്മൾ അവങ്കിലേക്ക് നോക്കും. സാഹചര്യങ്ങൾ അത് ദൈവത്തിങ്കിലേക്ക് നമ്മെ തിരിക്കുവാൻ പ്രയോജനപ്പെട്ടു എങ്കിൽ ആ സാഹചര്യം നമ്മളുടെ നന്മയ്ക്കായി തീർന്നു. ദൈവം ഇതുപോലെ ചില സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. അവന്റെ ഹൃദയത്തിലെ വാഞ്ച ഇതാണ്: അവനോട് നാം അടുക്കണം, അവനിലേക്ക് നാം തിരിയണം. അവൻ ഒരുക്കിയ രക്ഷയെങ്കിലേക്ക് രക്ഷയെ മറന്ന് നാം ജീവിക്കരുത്. ആ രക്ഷയെങ്കിലേക്ക് നാം ഓരോരുത്തരും മടങ്ങണം എന്നുള്ളതാണ് അവന്റെ ആഗ്രഹം. അവൻ നമ്മെ കണ്ടെത്തി, അവൻ നമ്മിലേക്ക് അവൻ വന്നു, നമുക്ക് അവൻ പ്രത്യക്ഷനായി. എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് കരുതി വച്ചത്. ഇപ്രകാരം നമ്മൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ തിരസ്കരിച്ചു. അവരുടെ വർത്തമാനകാലം എന്ന് പറയുന്നത് തിരസ്കരണത്തിൻ്റെതായിരുന്നു. അവർ ദൈവത്തെ, യേശുവിനെ, ആ സുവിശേഷത്തെ അവർ തിരസ്കരിച്ചു. ദൈവ നീതിയെ അവർ തിരസ്കരിച്ചു, സുവിശേഷത്തെ അവർ തിരസ്കരിച്ചു. ഇനി ഇവരുടെ ഭാവി, ഈ രക്ഷയുമായി ബന്ധപ്പെടുത്തി ഇസ്രായേലിന്റെ ഭാവി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ 11-ാം അധ്യായത്തിലേക്ക് വായിക്കുന്നത്. 11-ാം അധ്യായം അതിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 1-ാമത്തെ വാക്യം: എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രാഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള എന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ തുടക്ക ഭാഗം തന്നെ പൗലോസ് പറയുന്നു, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസ്രായേലർ അവനെ തിരസ്കരിച്ചു എങ്കിലും, ആ സുവിശേഷത്തെ അവർ തിരസ്കരിച്ചു എങ്കിലും അത് എന്നേക്കുമായിട്ട് അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ദൈവവചനം പറയുക. എന്നേക്കുമായിട്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ട് ഇല്ല. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. അല്ലെ? ഒരു ശേഷിപ്പ്. എന്തെല്ലാം കലങ്ങി മറിഞ്ഞു എന്ന് പറഞ്ഞാലും, അവിടെ എത്രയൊക്കെ സാഹചര്യം പ്രതികൂലമാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ അവർ തിരസ്കരിച്ചു എന്ന് പറഞ്ഞാലും, ഒരു ശേഷിപ്പിനെ ദൈവം അവിടെ നിർത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രകാരം ഈ റിജക്ഷൻ എല്ലാം ഇസ്രായേൽ നടത്തിയെങ്കിലും അതെന്താണ്? അത് താൽക്കാലികമാണ്. അതിനൊരു ശേഷിപ്പുണ്ട് എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ഈ തിരസ്കരണം എന്തിനായിരുന്നു എന്നുള്ളത് 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല. അപ്പോ ഒരു ഇടർച്ചക്കല്ല് വന്നു, ആ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി അവർ ഇടറി. അപ്പോൾ അവർ വീഴേണ്ടതിനാണോ ഇടറിയത്? ഒരു നാളും അല്ല. അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഇടർച്ചയൊക്കെ ഉണ്ടായത് അതൊരു പർപ്പസോട് കൂടിയിട്ടാണ്, അല്ലെ? ഇങ്ങനെയൊക്കെ ഈ തിരസ്കരണവും, അല്ലെ, അത് ജാതികളിലേക്ക് ആ രക്ഷയൊക്കെ പോയതും ഈ ഇടർച്ചക്കല്ലിന്മേൽ അവർ ഇടറിയതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഉള്ളിൽ അവർക്കൊരു എരിവ് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ലെ? നമുക്ക് കിട്ടാത്ത ഒരു കാര്യം മറ്റേയാൾക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്കൊരു എരിവ് വരും. എൻ്റെ കയ്യിലില്ലാത്ത, അല്ലെ, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് കിട്ടാതെ എൻ്റെ തൊട്ടടുത്തുള്ള വ്യക്തിക്ക് വരുമ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊരു എരിവ് വരും. ഇവിടെ ഈ ഇടർച്ചക്കല്ലും അവരുടെ ആ തിരസ്കരണവും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഭാവി എന്നുള്ളത് ഇവരിലേക്ക് ആ എരിവ് പകരപ്പെടും എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവർ ഇടറി എന്നുള്ളത് ശരിയാണ്. പക്ഷെ എങ്കിലും അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരിൽ ഒരു എരിവ് വരാൻ ഹേതുവായിട്ട് അത് കാരണമായിട്ട് തീരും. ജാതികൾക്ക് ഇപ്രകാരം രക്ഷ വന്നു, അല്ലെ? ഒന്നുമല്ലാത്ത മാറിക്കടന്ന ഒരു കാര്യത്തിന് രക്ഷ വന്നു എങ്കിൽ തൻ്റെ ജനത്തിന് ഒടുവിൽ
അവൻ അവരെ രക്ഷിക്കാതെ ഇരിക്കുമോ? ഇല്ല, ഒരു നാളും ഇല്ല. അവൻ അവരെ രക്ഷിക്കുക തന്നെ അവൻ ചെയ്യും. നമ്മൾ 23-ാമത്തെ വാക്യം, അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അല്ലെ, നമ്മൾ കാട്ടൊലിവ് അല്ലെ അല്ലെ ആ കമ്പിനോട് അല്ലെ ഒലിവിനോട് ചേർത്ത് വെക്കുന്നു എന്നല്ല. അപ്പോ ഒടുവിൽ അല്ലെ ദൈവം അവരെയും അതിലേക്ക് വീണ്ടും അവരെ അല്ലെ നമ്മൾ ആ 23-ാമത്തെ വാക്യത്തിൽ അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനാണ്. അപ്പൊ അവരെ വീണ്ടും റീപേസ്റ്റ് ചെയ്യും. ആദ്യം ആ കമ്പിനെ വെട്ടി അല്ലെ കാട്ട് കമ്പായിരുന്ന നമ്മെ അതിലേക്ക് വെച്ചു. എന്നാൽ അതിൻ്റെ ഒപ്പം അല്ലെ അവൻ വീണ്ടും അവരെയും കൂടെ റീപേസ്റ്റ് ചെയ്യും, വീണ്ടും ഒട്ടിക്കും എന്ന് അവൻ ദൈവവചനം പറയുകയാണ്. അപ്പോ സ്വാഭാവികമായതിനെ 24-ാമത്തെ വാക്യം, സ്വഭാവത്താൽ കാട്ടുമരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ. അപ്പോ കാട്ട് സ്വഭാവമുള്ള ഒന്നിനെ ഒലിവ് മരത്തിലേക്ക് ചേർക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ സ്വാഭാവിക കൊമ്പുകളെ ആയവരെ സ്വന്തമായി ഒലിവ് മരത്തിൽ എത്ര അധികമായിട്ട് ഒട്ടിക്കും. അപ്പോ അല്ലെ കാട്ട് സ്വഭാവമുള്ളതിനെ ഇതിലേക്ക് ഒട്ടിക്കാമെങ്കിൽ അല്ലെ സ്വാഭാവികമായതിനെ ഒട്ടിക്കാൻ ദൈവത്തിന് നിഷ്പ്രയാസം അവന് കഴിയും. അപ്പോൾ അതിനൊരു സമയമുണ്ട്. അത് ഒട്ടിക്കുവാൻ പരിവർത്തനം ഉണ്ടാകാം, അവൻ്റെ അതിലേക്ക് മടങ്ങി വരുവാൻ, റീപേസ്റ്റ് ചെയ്യാൻ ഒരു സമയമുണ്ട്. അതാണ് 25-ാമത്തെ വാക്യം. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കും. അപ്പോൾ ഈ പ്രയാസങ്ങളെല്ലാം, ഈ തിരസ്കരണവും ഇതെല്ലാം അത് താൽക്കാലികമാണ്. അത് 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 പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒന്നാണ് എന്ന് ദൈവവചനം നമുക്ക് പറഞ്ഞു തരികയാണ്. 25 മുതലുള്ള വാക്യങ്ങൾ, 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അല്ലെ ഒരു കരുണയുടെ ദിവസം, അവരെ വീണ്ടും റീപേസ്റ്റ് ചെയ്യുന്ന ദിവസത്തെ പറ്റിയിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒടുവിൽ 11-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം 33 മുതൽ 36 വരെയുള്ള അതൊരു സ്തോത്രഗീതമാണ്. ഈ കാര്യങ്ങളെല്ലാം ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ തിരസ്കരണത്തെ പറ്റിയിട്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ പരിവർത്തനത്തെയും പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒടുവിൽ ഒരു സ്തോത്രഗീതം പറഞ്ഞ് പൗലോസ് ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. സ്തോത്രഗീതത്തിന്റെ ഒടുവിലത്തെ വാക്യം നമുക്ക് വായിക്കാം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വം ആണ്. എവ്രിതിങ്, എല്ലാം 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 സകലവും ഫ്രം ഗോഡ്, ത്രൂ ഗോഡ്, ടു ഗോഡ്. എല്ലാത്തിൻ്റെയും തുടക്കം, ആരംഭം ദൈവം. എല്ലാം അവനാൽ, എല്ലാം അവങ്കിലേക്ക്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നു. പ്രിയമുള്ളവരെ, എല്ലാം ദൈവം, ആദിയിൽ ദൈവം. തുടക്കം നമുക്ക് അവിടെ കാണാം. ചരിത്രമെല്ലാം നീങ്ങുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാം. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നതും ദൈവത്തിങ്കലേക്കാണ്. ഇതെല്ലാം ചെന്ന് അവസാനിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ തെരഞ്ഞെടുപ്പ്, അവരുടെ തുടക്കം ദൈവത്തിൽ നിന്നാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ പൂർണ്ണമായി ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ഒടുവിൽ അത് അവങ്കിലേക്ക് തന്നെ ചേരും. നമ്മളുടെ ജീവിതവും ഇപ്രകാരമായിരിക്കാൻ അല്ലെ ദൈവം അവനെ കണ്ടെത്തുവാൻ, അവങ്കിലേക്ക് വരുവാൻ നമ്മളെ ദൈവം സഹായിച്ചു. ഇനി ജീവിതം അവനിലൂടെ ഒടുവിൽ നാം എവിടെ എത്തിച്ചേരും? അവങ്കിലേക്ക് നാം എത്തിച്ചേരും. ഇതാണ് നമ്മളുടെ ജീവിതത്തിന്റെ പ്രത്യാശ. ഇതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗ്യകരമായ അവസ്ഥ. ദൈവം കാട്ടൊലിവായിരുന്ന നമ്മെ അവന്റെ ആ പുത്രത്വത്തിലേക്ക് അവൻ നമ്മെ ചേർത്തു. മക്കൾ എന്ന പദവി നൽകി അതിലേക്ക് അവൻ നമ്മെ നയിച്ചു. ഈ രക്ഷയെ നാം ഗണ്യമാക്കണം. ഈ വിളിയെ നാം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. ആ തെരഞ്ഞെടുപ്പിനെ നാം ബഹുമാനിക്കണം. അത് പുറംപറമ്പിൽ കിടന്ന നമ്മെ അവൻ അകത്ത് വെച്ച് മക്കളാക്കി തീർത്തതാണ്. അതിനെ നാം ഗണ്യമാക്കണം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, ദൈവം ഈ വചനമെല്ലാം ഞങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിന്റെ പദ്ധതികൾ എത്ര വലുതാ.
കർത്താവെ, ഞങ്ങൾ എങ്ങനെയോ ഭൂമിയിലേക്ക് വന്നവരല്ല. നിന്റെ കൃത്യമായ പ്ലാൻ അനുസരിച്ചിട്ട്, നിന്റെ കൃത്യമായ പദ്ധതി അനുസരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങളായിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ ധാരാളം ജനങ്ങൾ ജീവിക്കുമ്പോൾ തലയില് ഒരു മുടി പോയാൽ പോലും അറിയുന്ന ദൈവം ഇന്ന് ഞങ്ങളെയും അത്ര സൂക്ഷ്മതയോടെ നീ ഞങ്ങളെ കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക കർത്താവേ. നീ അത്രത്തോളം സൂക്ഷ്മതയോടെ ഞങ്ങളെ കാണുന്നേ കർത്താവേ, അത്രത്തോളം വില നീ ഞങ്ങൾക്ക് കൽപ്പിക്കുന്നു. ഈ ഭൂമിയിൽ വേറെ ആരും ഞങ്ങൾക്ക് നൽകാത്ത വില, ഭൂമിയിൽ വേറെ ആരും ഞങ്ങളെ കണക്കാക്കാത്ത രീതിയിൽ നീ ഞങ്ങളെ കണക്കാക്കുന്നതിനായി, നീ ഞങ്ങളെ സ്വീകരിക്കുന്നതിനായി, ഞങ്ങളെ മനസ്സിലാക്കുന്നതിനായി, ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ മക്കളെക്കാൾ ഉപരി, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഉപരി, ഞങ്ങളുടെ ജീവിത പങ്കാളികളെക്കാൾ ഉപരി, എല്ലാറ്റിനും ഉപരി നീ ഞങ്ങളെ എത്ര വലിയ സ്നേഹം തന്നാ ഞങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് കർത്താവേ ഞങ്ങൾ തിരിച്ചറിയുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾക്ക് നിലനിൽപ്പാൻ, ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ, ഒടുവിൽ നിന്നിൽ വന്നണയാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, ഏറ്റെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.